മുഴുവനും യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ ഒരിക്കൽ കൂടെ ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ കാലയളവിൽ അതിനോടനുബന്ധിച്ചൊരു ദൂത് നിങ്ങളുമായിട്ട് പങ്കിടാനാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ 2 സുവിശേഷങ്ങളിൽ മാത്രമേ അതിൻ്റെ കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളൂ. ഒന്ന് മത്തായിയുടെ സുവിശേഷം, മറ്റൊന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം. മർക്കോസോ യോഹന്നാനോ അതിനെക്കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഒന്നും കാര്യമായിട്ടൊന്നും പറയുന്നില്ല. കാരണം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. മത്തായിയുടെയും ലൂക്കോസിൻ്റെ സുവിശേഷങ്ങൾ നമ്മൾ ചേർത്ത് പഠിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച കുറച്ചാളുകളെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ അവരുടെ പേര് മാത്രം ഒന്ന് പരാമർശിക്കാം, എന്നിട്ട് അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ന്യായമായിട്ടും മറിയ തന്നെ. 2, ജോസഫ്. പിന്നെ അതിനോടുള്ള ബന്ധത്തിൽ കാണുന്ന വേറെ 2 പേരാണ് എലിസബത്തും സഖരിയ പുരോഹിതനും. പിന്നെ നമുക്കവിടെ കാണാൻ കഴിയുന്നത് യേശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ അവിടെ 2 പേരുണ്ട്. ശിമ്യോൻ എന്ന് പറയുന്ന ഒരാളും ഹന്ന എന്ന് പറയുന്ന ഒരു വാർദ്ധക്യത്തിൽ ചെന്ന ഒരു സഹോദരിയും. പിന്നെ വേറെ 1-2 പേരും കൂടെ ഉണ്ട്. യേശുവിനെ കാണാൻ വന്ന ആട്ടിടയന്മാർ. ചില നാളുകൾക്ക് ശേഷം ആട്ടിടയന്മാർ അന്ന് തന്നെ വന്ന് കണ്ടു. ചില നാളുകൾക്ക് ശേഷം യേശുവിനെ കാണാൻ വന്ന കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ. പിന്നെ ഇതിനകത്ത് ഒരു ചെറിയ പങ്ക് വഹിക്കുന്നതാണ് ഇൻകീപ്പർ, അല്ലെങ്കിൽ വഴിയമ്പലക്കാരന് ഇവിടെ സ്ഥലം ഇല്ല എന്ന് പറഞ്ഞത് അവനാ. ഇവരുടെയൊക്കെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ദൈവം ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ മഹത്തായ ഒരു ശുശ്രൂഷയായിരുന്നു, അല്ലെങ്കിൽ ഒരു വലിയ സംഭവമായിരുന്നു യേശുവിൻ്റെ ജനനം. ലോകചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനതിനെ ഇങ്ങനെ പറയാം. ഒന്ന്, ദ ക്രിയേഷൻ ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ സൃഷ്ടിപ്പ്, ഇൻക്ലൂഡിങ് മനുഷ്യൻ. രണ്ടാമത്തത് ദൈവപുത്രൻ്റെ ജനനമാണ്. അനേക വർഷങ്ങൾ ജനം കാത്തിരിക്കുന്ന ഒന്നായിരുന്നു ഈ യേശുവിൻ്റെ ജനനം. ജനിക്കാൻ പോകുന്നത് ആരാ? ലോകരക്ഷകനാണ്. ആ ലോകരക്ഷകന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ഉൾപ്പെട്ട ഈ ആളുകളെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാം വെറും സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. ഇവരാരും VIPs അല്ല, പ്രധാനപ്പെട്ട ആളുകളല്ല. യേശുവിൻ്റെ അമ്മയാകുന്ന മറിയ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയാണ്. അവളുടെ ഭർത്താവ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ യേശുവിൻ്റെ വളർത്തപ്പനായിട്ട് അറിയപ്പെടുന്ന ജോസഫ് ഒരു തച്ചനാ. വലിയ അഡ്രസ്സും അല്ലെങ്കിൽ അങ്ങനെ വലിയ പേരും ഒന്നും ഉള്ള ഒരാളല്ല. യേശുവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ചാർച്ചപ്പെട്ടതായിരുന്നു സഖരിയ പുരോഹിതനും എലിസബത്തും. അതാന്ന് വെച്ചാൽ മച്ചിയും. ഇസ്രയേലിന്റെ ഗണത്തിൽ ശപിക്കപ്പെട്ടവളെന്ന് വിശേഷണനാമമുള്ളവൾ അവള്. കാരണം വന്ധ്യത ഒരു ശാപമായിട്ടാണ് പഴയ നിയമം എന്ത് ചെയ്തിരുന്നത്, പഠിപ്പിച്ചിരുന്നത് മുഴുവൻ. അങ്ങനെ എടുത്തു പറയത്തക്കതൊന്നും ഒത്തിരി പുരോഹിതന്മാരിൽ ഒരാൾ. കാരണം ആണ്ടിലൊരിക്കല പുരോഹിത ശുശ്രൂഷയ്ക്ക് പോലും എന്ത് ചെയ്യുന്നത്, അവർക്കൊരു ചാൻസ് കിട്ടുന്നത്. നറുക്ക് വീണാൽ മാത്രം ശുശ്രൂഷിക്കാൻ അവസരം ലഭിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അതും വലിയ പാർട്ടികളൊന്നുമല്ല. പിന്നെ പറഞ്ഞ 2 പേര് ശിമ്യോനും ഹന്നായുമാണ്. വയസ്സ് എന്ന് വൃദ്ധരായി എന്നാ ചാവണ്ടെന്ന് നോക്കിയിരിക്കുന്ന 2 പാർട്ടികളാണ്. ആലയത്തിലുള്ള 2 പാർട്ടികൾ. അവരൊന്നും അത്ര സിഗ്നിഫിക്കൻറ്റ് പേഴ്സൺസ് അല്ല, വ്യക്തികളല്ല. ആരും വന്നാൽ ചോദിക്കത്തില്ല ശിമ്യോൻ ഇവിടെ ഉണ്ടോ എന്ന് ആരും ചോദിക്കത്തില്ല, ഹന്ന എവിടാന്ന് ചോദിക്കത്തില്ല. അവർക്കൊക്കെ കാണേണ്ടത് മഹാപുരോഹിതനെയും അങ്ങനെയുള്ള ആളുകളെയാണ്. കാരണം അന്നത്തെ റിലീജിയസ് സിസ്റ്റം അങ്ങനെ. പിന്നെ ജനിച്ചിട്ട് കാണാൻ വന്നതോ, ആദ്യം വന്നത് ആരാ? കൊട്ടാരത്തിൽ നിന്നല്ല. പിന്നെ ആരാ? ആട്ടിടയന്മാരാ. അവിടെ ഞാനൊരു കാര്യം പറയാം. ഇടയശ്രേഷ്ഠൻ ജനിക്കുമ്പോൾ പിന്നെ ഇടയരല്ലാതെ വേറെ ആരാ കാണാൻ വരണ്ടേ? അത്രയും പറഞ്ഞ് അങ്ങ് വിടുക അവനെ. ഈ ജനിച്ചത് ആരാ? നല്ല ഇടയനാ. പുതിയ നിയമത്തിലേക്ക് ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ അവനെക്കുറിച്ച് പറയുന്നത് ഇടയശ്രേഷ്ഠനെന്നാണ്. അപ്പം അങ്ങനെ കാണാൻ വന്നതും അങ്ങനെ വലിയ അഡ്രസ്സുള്ള ടൈപ്പ് ആളുകളല്ല. ഇനി കിഴക്ക് നിന്ന് വന്നു എന്ന് പറയുന്ന ആളുകളോ,
ജാതികളാതും. അതും യഹൂദ മണ്ഡലത്തിൽ യാതൊരു പേരും പെരുമയും ഒന്നും ഉള്ളവരല്ല. ദേ ആർ ജെൻറ്റൈൽസ്. അവർ ജാതികളാണ്. യഹൂദനെ സംബന്ധിച്ച് കണ്ണിന് കാണാൻ പറ്റാത്തൊരു ഗ്രൂപ്പാണ് അവർ. അപ്പം ഇതെല്ലാം കൂടെ ഞാൻ മനഃപൂർവ്വമാണ് കൊണ്ടുവന്നേ. ഗോഡ് വർക്ക്സ് വിത്ത് ത്രൂ ഓർഡിനറി പീപ്പിൾ. ദൈവം തൻ്റെ അതിമഹത്തായ ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇനി ജനിച്ച് വീണ സ്ഥലം, അതാണ് ഇനി അതിനേക്കാൾ ഏറ്റവും ദയനീയം. എവിടാ? വഴിയമ്പലത്തിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് അവനെ എന്ത് ചെയ്തു? പുൽത്തൊഴുത്തിൽ കിടത്തി എന്നാണ് പറയുന്നത്. അപ്പം ന്യായമായിട്ടും ജനിച്ചു വീണത് വഴിയിലായിരിക്കാം. ദൈവം ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ, ഒരു ലോകരക്ഷകനെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ, ദൈവത്തിന് വേണമെങ്കിൽ ഇതിനേക്കാൾ നല്ല ഒരു സാഹചര്യത്തിൽ, പശ്ചാത്തലത്തിൽ, പേരും പെരുമയുള്ള കുടുംബത്തിൽ, അങ്ങനെ വലിയ വലിയ ആളുകളോടുള്ള ബന്ധത്തിൽ വേണമെങ്കിൽ യേശുവിനെ അയക്കാമായിരുന്നു. പക്ഷേ താൻ ഉപയോഗിച്ചത് മുഴുവനും ഓർഡിനറി പീപ്പിൾ, സാധാരണക്കാരായ ആളുകൾ. സാധാരണക്കാരും ജനിച്ച് കുഞ്ഞുങ്ങളെ കിടത്താൻ ആഗ്രഹിക്കാത്ത ഒരു പുൽത്തൊഴുത്ത്. ഇത് പകൽക്കാലം ഞാൻ ഇവിടുന്ന് ഒരു കാര്യം വെളിപ്പെടുത്താൻ മാത്രമാണ് ഇത് പറഞ്ഞത്. എനിക്ക് മറ്റുള്ളവരുടെ അത്ര കഴിവോ പ്രാപ്തിയോ പേരോ പെരുമയോ ഇല്ല എന്ന് പറഞ്ഞിട്ട് ദൈവപ്രവൃത്തിയിൽ നിന്ന് അകന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരിക. ദൈവം ഉപയോഗിച്ചിട്ടുള്ളത് മുഴുവനും സാധാരണക്കാരായ ആളുകളെ. ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി. ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി. മറിയയുടെ അടുക്കൽ വന്ന ദൂതൻ പറയുന്നു, ഇതാ ഒരു കാലങ്ങളായി പ്രവചിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണം നിന്നിലൂടെ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവളുടെ പ്രതികരണം ഇതായിരുന്നു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതം പോലെ എൻ്റെ മേൽ. ദൈവത്തിന് ഒരു ശുശ്രൂഷ ഈ തലമുറയിൽ ചെയ്യാൻ ദൈവം നിന്നെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ, എന്നെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ, നിന്നെ അതിനു വേണ്ടി വിളിക്കുമ്പോൾ, എന്നെ അതിലേക്ക് ദൈവം ആഹ്വാനം ചെയ്യുമ്പോൾ, കർത്താവേ ഞാനിതാ എന്ന് നീ പറയൂ. ഈ കേവലം സാധാരണക്കാരായി മനുഷ്യരെ ഒരു ലോകരക്ഷകന് ജന്മം കൊടുക്കുവാനായിട്ട് ദൈവം എടുത്തുപയോഗിച്ചെങ്കിൽ, ആ ദൈവിക പദ്ധതിയോടുള്ള ബന്ധത്തിൽ എനിക്ക് നിന്നെ ആവശ്യമുണ്ട് എന്ന് ദൈവം പറഞ്ഞപ്പോൾ, തൻ്റെ ഒരു ദൂതനെ വിട്ടറിച്ച് ദൈവം പറഞ്ഞപ്പോൾ, യെസ് ലോർഡ് ഐ ആം റെഡി, ഞാനതിന് തയ്യാറാണ്, ഞാനതിന് സമ്മതനാണ് എന്ന് പറയാൻ നമുക്ക് മനസ്സുണ്ടോ? അതോ ആർ വി ബിസി വിത്ത് അവർ ഓൺ പ്ലാൻസ്? അതോ നാം നമ്മുടേതായ കാര്യങ്ങളിൽ ബിസി ആയിട്ട് ചെയ്യും? മരിയയ്ക്ക് വേണമെങ്കിൽ ന്യായമായിട്ട് പറയാമായിരുന്നു, ഐ എം ഓൾറെഡി എൻഗേജ്ഡ്, ഞാൻ എന്ത് ചെയ്ത് എന്നെ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, ഡോണ്ട് ഡിസ്റ്റർബ് മീ, എന്നെ എന്ത് ചെയ്യല്ലേ, ശല്യം ചെയ്യല്ലേ. കല്യാണം പോലും ഉറപ്പിക്കാത്ത വേറെ പെൺകുട്ടികളുണ്ടല്ലോ, അവരെ വേണമെങ്കിൽ തിരഞ്ഞെടുത്തോ, ഡോണ്ട് ഡിസ്റ്റർബ് മീ, ഐ എം റെഡി ടു സ്റ്റെപ്പ് ഇൻ ടു എ സെക്യൂർ ലൈഫ്. ഞാൻ ഒരു സുരക്ഷിതമായ ഒരു ജീവിതത്തിനു വേണ്ടി ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്, ഏതാണ്ട് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഡോണ്ട് ബോദർ മീ, എന്നെ ശല്യം ചെയ്യല്ലേ, ലീവ് മീ അലോൺ, എന്നെ വെറുതെ വിടൂ. ഒരുപക്ഷെ ജോലിയുടെ അപ്പോയിൻമെൻ്റ് ഓർഡർ കൈ വരുമ്പോഴായിരിക്കും കർത്താവ് പറയുന്നത്, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, നീ എൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാന്ന്. നമ്മളെന്തോ പറയും, കർത്താവ് ഒരു 2 വർഷം ജോലി ചെയ്യിച്ച് ഞാൻ എന്ത് ചെയ്തേക്കാം, ഇറങ്ങിയേക്കാം. അപ്പോൾ പിന്നെ ആളുകളൊന്നും ഇവൻ ജോലി കിട്ടാതെ ഇറങ്ങിയവനാന്ന് ആരും എന്ത് ചെയ്യത്തില്ലല്ലോ, പറയത്തില്ലല്ലോ. ഞാൻ എൻ്റെ ജീവിതമൊക്കെ ഒന്ന് സെക്യൂർ ആക്കിയിട്ട് ഒന്ന് സേഫ് ആക്കിയിട്ട് ഞാൻ ഇറങ്ങിക്കോളാം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ചിലരോട് സംസാരിക്കുക. ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ഡോണ്ട് ബോദർ മീ, കർത്താവെ എന്നെ എന്ത് ചെയ്യല്ലേ, ശല്യം ചെയ്യല്ലേ, ഞാൻ വാക്ക് കൊടുത്തു പോയി. അല്ലേ നമ്മളാണെങ്കിൽ പറഞ്ഞേനെ, എന്നാൽ പിന്നെ 2 മാസം മുമ്പ് നിനക്ക് പറഞ്ഞാൽ പാടില്ലായിരുന്നോ, ഈ കല്യാണം ഉറപ്പിച്ചിട്ട് വേണമായിരുന്നോ ഇത്?
നിനക്ക് എന്നെക്കുറിച്ച് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ ആയിക്കൂടായിരുന്നോ ദൈവമേ? അതെ, യഹൂദ സംസ്കാരത്തിൽ ഇതൊക്കെ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാ. നേരത്തെ ആയിക്കൂടായിരുന്നോ നിനക്ക്? ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് പറയാം നിന്നോട്, ഡോണ്ട് സേ എനി എക്സ്ക്യൂസസ്. കർത്താവ് നിന്നോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ, എൻ്റെ രക്ഷണ്യ വേലയുടെ പ്രവൃത്തിയിൽ നീ ഒരു പങ്കാളിയാകുവാൻ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു എന്ന് ദൈവം നമ്മോട് പറയുമ്പോൾ ആമേൻ പറയാൻ എത്ര പേര് തയ്യാറുണ്ട്? വിടേണ്ടത് മുഴുവൻ വിടാൻ. കർത്താവ്, നിനക്കിത് എന്തുകൊണ്ട് നേരത്തെ ആയിക്കൂടായിരുന്നു? ഇത്രയും കൊണ്ടുവന്ന് ഇത്രയും ആശിപ്പിച്ചിട്ട് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് ഇത്രയൊക്കെ ചെയ്ത് ഞാൻ ജോലിക്ക് ഒന്ന് കയറാൻ നേരത്ത് നീ എന്നോട് പറഞ്ഞു തന്നെ, ലെറ്റ് മീ എൻജോയ്, ഞാൻ കുറച്ച് ദിവസമെങ്കിലും ഇതൊന്നും എന്ത് ചെയ്തോട്ടെ, ആസ്വദിച്ചു കൊള്ളട്ടെ. ഈ ക്രിസ്മസ് ദിവസത്തിൽ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളൊരു വലിയ വെല്ലുവിളി ഇതാണ്. കർത്താവിന് നിന്നെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ നിനക്ക് ഇറങ്ങിത്തിരിക്കാൻ മനസ്സുണ്ടോ? അതോ നീ കർത്താവ് ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഇറങ്ങാം, ഒന്ന് വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞ് നീ സമയം കളയാമോ? ഹി യൂസ്ഡ് സം, വേണമെങ്കിൽ പറയാമായിരുന്നല്ലോ, കർത്താവ് ഇതിനേക്കാൾ നല്ല എത്രയോ മനുഷ്യരുണ്ട്. ഹുമായി ഈ ആളുകളെ മുഴുവൻ നിങ്ങൾ നോക്കുക, എല്ലാം ഓർഡിനറി മനുഷ്യർ, സാധാരണക്കാരായ മനുഷ്യർ. ഒരു തച്ചൻ അവന് എന്നാ ചെയ്യാൻ പറ്റും? ഗാഡ് വർക്ക്സ് ത്രൂ ഓർഡിനറി പീപ്പിൾ. ദൈവം പ്രവർത്തിക്കുന്നത് മുഴുവനും സാധാരണക്കാരനായ ആളുകളിലൂടെയാണ്. അവന് വലിയ ആളുകളെ വേണ്ട. എൻ്റെ കാര്യം എന്നാ പൗലോസ് പിന്നെ വെളിപ്പെടുത്തുന്നുണ്ട്, ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന്. 2, ഈ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ വന്നിരിക്കുന്ന ആളുകളെയൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കേ. 1, ഒരു പുരോഹിതനും ഭാര്യയും. 2, ഒരു കാർപ്പൻ്ററും അല്ലെങ്കിൽ ഒരു ആശാരിയും, ആശാരിക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പെൺകുട്ടി. 3, ഇടയന്മാർ. 4, വയസ്സായിട്ട് ആലയത്തിൽ കഴിയുന്ന ഒരു മുതിർന്ന 2 ആളുകൾ, റെഡി ടു ഡൈ. അടുത്തത് ജാതീയരായിരുന്ന കുറച്ച് ആളുകൾ. വാട്ട് ഡസ് ഇറ്റ് മീൻ? അതിൻ്റെ അർത്ഥം എന്നത്, God includes everyone to carry out his mission. തൻ്റെ ദൗത്യ നിർവഹണത്തിനായിട്ട് ദൈവത്തിന് എല്ലാ തുറയിലുള്ളവരെയും എന്ത് ചെയ്യണം? വേണം. പുരോഹിത കുടുംബത്തിലുള്ളവരെ മാത്രമല്ല, ന്യായമായിട്ടും ജനിക്കപ്പെടണമെങ്കിൽ അങ്ങനെ ഒരു സ്പിരിച്വൽ ഹെറിറ്റേജ്, ഒരു ആത്മീയ പൈതൃകമുള്ളൊരു കുടുംബത്തിൽ യേശു ജനിച്ചായിരുന്നെങ്കിൽ ഓക്കെ, യോഹന്നാൻ സ്നാപകന് കിട്ടിയത് അങ്ങനത്തെ ഒരു ഗുണമാണ്. ഒരു പുരോഹിത കുടുംബത്തിൽ നിന്ന് ഒരുത്തനെ എടുത്തു, ഒരു ആശാരി കുടുംബത്തിൽ നിന്ന് ഒരുത്തനെ കൊണ്ടുവന്നു, ഇടയന്മാരെ കൊണ്ടുവന്നു, ആലയത്തിൽ പ്രവചന ശുശ്രൂഷയിലായിരുന്ന ശിമ്യോനെ ഹന്നായെയും ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവസാനമായിട്ട് ജാതികളായിരുന്ന വിദ്വാൻമാരെ ഇതിലേക്ക് കൊണ്ടുവന്നു. എന്നാ ഇതെല്ലാം വെളിപ്പെടുത്തുന്നേ? ദൈവീക ശുശ്രൂഷയ്ക്ക് ദൈവത്തിന് എല്ലാ തുറയിലുള്ളവരും വേണം. എല്ലാ തുറയിലുള്ളവരെയും കൂടെ അവൻ ആ രക്ഷണ്യ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി, അതിൻ്റെ ആവിഷ്കരണത്തിന് വേണ്ടി, അതിൽ യാഥാർത്ഥ്യമായി തീരേണ്ടതിന് വേണ്ടി ജീവിതത്തിൻ്റെ എല്ലാ തുറയിൽ നിന്നുള്ളവരെയും കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? കൂട്ടിച്ചേർത്തു. ഇന്ന് പകൽക്കാലം ഞാനൊരു പുരോഹിത കുടുംബത്തിലുള്ളതല്ല എന്ന് പറഞ്ഞ് എനിക്ക് ഒഴിഞ്ഞു മാറാനൊക്കത്തില്ല. ഞാൻ ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന പ്രവാചക കുടുംബത്തിലുള്ളത് അല്ല എന്ന് പറഞ്ഞ് എനിക്ക് ഒഴിഞ്ഞു മാറാനൊക്കത്തില്ല. സാധാരണ തൊഴിലാളിയായിരുന്ന ഒരു കാർപ്പൻ്ററെ അല്ലെങ്കിൽ ഒരു തച്ചനെ, ഒരു ആശാരിയെയും കർത്താവ് എടുത്തിരിക്കുക. പുരോഹിത കുടുംബത്തിൽ നിന്ന് ഒരുവനെ കൊണ്ടുവന്ന് ഇതിലേക്ക് വേണ്ടിയിട്ട്, അതിനേക്കാൾ ഹീനമായ ജോലി ചെയ്തിരുന്ന ഇടയന്മാരെ ഇതിലേക്ക് കൊണ്ടുവന്നു, ജ്ഞാനികളെയും കൊണ്ടുവന്നു. ഗാഡ് നീഡ്സ് എവ്രി വൺ. ദൈവത്തിന് ജ്ഞാനികളും വേണം, ജ്ഞാനമില്ലാത്തവരും വേണം, പണ്ഡിതനും വേണം, പാമരനും വേണം, പൈസ ഉള്ളവനും വേണം, ഇല്ലാത്തവനും വേണം, കുലഹീനനും വേണം, കുലശ്രേഷ്ഠതയുള്ളവനും വേണം. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ലക്ഷണം അതാ. ഹി ഇൻക്ലൂഡ്സ് എവ്രി വൺ. അവൻ എല്ലാവരെയും അവൻ്റെ പദ്ധതിയിലേക്ക് ഉൾക്കേർക്കുകയാണ്.
അങ്ങനെ ഞാനൊക്കെ ഇതിനകത്ത് വന്ന് പെട്ടേ. അവനെല്ലാവരെയും തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ പ്രശംസിക്കാനൊന്നുമില്ലായിരുന്നു. 2 കാര്യം കൂടെ പറഞ്ഞു ഞാൻ നിർത്താം, വിശദമാക്കത്തില്ല. മൂന്നാമത്തത്, ഒബീഡിയൻസ് മേക്സ് പ്രോമിസസ് ഹാപ്പൻ. അനുസരണം എവിടെയുണ്ടോ അവിടെ വാഗ്ദത്തങ്ങൾ വേഗം നിറവേറും. ആരനുസരിക്കാൻ തയ്യാറാവൂ അവിടെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പെട്ടെന്ന് നിറവേറും. ശ്രദ്ധിച്ചേ, മറിയയെ തിരഞ്ഞെടുത്ത് മറിയോട് പറഞ്ഞു, ദിസ് ഈസ് ഗോഡ്സ് പ്ലാൻ അബൌട്ട്, ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി, നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം ഇതാണ്, ദൈവം നിന്നിലൂടെ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ അവളുടെ മറുപടി എന്നാണെന്നറിയാമോ? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ലെറ്റ് ഇറ്റ് ഹാപ്പൻ. ഷീ സറണ്ടേർഡ്. അവൾ സമ്പൂർണമായി സമർപ്പിച്ചു കൊടുത്തു. അവൾ സമ്പൂർണമായി ദൈവഹിതത്തിനു വേണ്ടി ഏൽപ്പിച്ചതുകൊണ്ട് വർഷങ്ങൾക്ക് മുൻപേ പ്രവചിക്കപ്പെട്ട പ്രവചനം എന്ത് ചെയ്തെന്നറിയാമോ? ഇപ്പോൾ നിവർത്തിക്കപ്പെട്ടു. ഒബീഡിയൻസ് മേക്സ് തിങ്സ് ഹാപ്പൻ. നിന്റെ അനുസരണം നിന്നോടുള്ള ചില ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെടുവാൻ സഹായകരമായി തീരും. നീ ഒന്ന് അനുസരിക്കേ. നിന്റെ അനുസരണം മറിയ അതിനു വേണ്ടി വിധേയപ്പെടുത്തി കൊടുത്തപ്പോൾ, അനുസരിക്കാൻ തയ്യാറായപ്പോൾ, വർഷങ്ങൾക്ക് മുൻപേ വേദപുസ്തക ഭാഷയെ പറഞ്ഞാൽ ലോകാരംഭം മുതൽ ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയ പദ്ധതി ഇപ്പോൾ നിറവേറ്റപ്പെടുന്നത് വളരെ എളുപ്പമായി തീർന്നു. എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പലതും നിറവേറാത്തതെന്നറിയാമോ? നിന്റെ പിടിവാശിയ, നീ അതിനുവേണ്ടി സമർപ്പിക്കാത്തത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം ഒരു സമർപ്പണത്തിലേക്ക് നീ വരൂ, ദൈവ ഇഷ്ടത്തിലേക്ക് നീ ഒന്ന് വരൂ. നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ അനുസരണത്തിലേക്ക് നിന്റെ കാഴ്ചയോടൊന്ന് എടുത്തു വെച്ച് നിന്നോടുള്ള ബന്ധത്തിലുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിമിഷ നേരം കൊണ്ട് നിവൃത്തിയാകുന്നത് നിനക്ക് കാണാനായിട്ട് സാധിക്കും. നാലാമത്തത്, ഈ ക്രിസ്മസ് ദിനത്തിൽ പറയുവാൻ ആഗ്രഹിച്ച ഒരു വിഷയം കൂടെ, അങ്ങനെ അനുസരിച്ചിറങ്ങുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നേരിടുന്ന സകല പ്രതിസന്ധികളെയും നീക്കിക്കൊടുക്കേണ്ടത് തമ്പുരാൻ്റെ ചുമതലയാണ്. ദൈവ ഇഷ്ടത്തിന് വേണ്ടി നീ സമർപ്പിച്ചു കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന എല്ലാ പ്രതികൂലങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും മാറ്റേണ്ടത്, തരണം ചെയ്യുവാൻ ആവശ്യമായ ദൈവിക ആലോചനയും തരണം ചെയ്യുവാൻ ആവശ്യമായ ദൈവകൃപയും റിസോഴ്സസും അതിനാവശ്യമായിരിക്കുന്ന ഉദവികളും നിനക്ക് നൽകി തരേണ്ടത് തമ്പുരാന്റെ ഉത്തരവാദിത്തമാണ്. ആദ്യം തൊട്ട് നോക്കാം. വിവരം ജോസഫ് പറഞ്ഞു. ദിവസം പറയുന്നു, അവൻ നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും ഗൂഢമായി രഹസ്യത്തിൽ അവളെ ഡൈവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. ഗോഡ് ഇന്റർവീൻസ്. ദൈവം പറഞ്ഞു, നോ ജോസഫ്, നോ, ജോസഫേ പാടില്ല. എൻ്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു തന്ന, എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സ്വന്തം ശരീരത്തെ ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ, അവളെ ഉപേക്ഷിപ്പാൻ ദൈവം സ്വപ്നത്തിൽ അവനോട് ഇടപെട്ടു. പറഞ്ഞവളെ ചേർത്തുകൊള്ളാൻ നീ മടിക്കരുത്. നെവർ ഡു ഇറ്റ്. അത് കഴിഞ്ഞു. അവിടെ നിന്ന് ഇവൾ താമസിച്ച പട്ടണത്തിൽ നിന്ന് ദാവീദിൻ്റെ പട്ടണത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് 120 കിലോമീറ്ററാണ്. ഏത് സമയത്ത്? പൂർണ്ണഗർഭിണിയായിരിക്കുന്ന സമയമായിപ്പം. ആ സമയത്ത് അവൾ എന്ത് ചെയ്യുന്നത്? ഏതാണ്ട് 120 കിലോമീറ്റർ യാത്ര ചെയ്യുന്നത്. നിന്റെ കാലുകൾക്ക് ബലം തരാൻ എൻ്റെ ദൈവം ശക്തനാ. നീ ഓടിത്തീർക്കേണ്ട യാത്ര മുഴുവനും, നീ നടന്നു തീർക്കേണ്ട യാത്ര മുഴുവനും, ആര് വന്ന് യാത്ര ചെയ്യാൻ പറ്റിയ സമയമല്ല ഇത്. പക്ഷെ പോയേ പറ്റൂ. പേർ വഴി ചേർത്താൻ പോയേ പറ്റൂ. ദൈവം എന്ത് പ്രവചിച്ചിരിക്കുന്നു ആ സ്ഥലത്ത് എത്തുന്നിടം വരെ. ഞാൻ പറയട്ടെ, പ്രസവത്തിന് മുൻപ് കൂടുതൽ സ്ട്രെയിൻ എടുക്കുകയാണെങ്കിൽ പ്രസവം നേരത്തെ നടക്കണം. സാറിന് എത്ര എന്നെ അറിഞ്ഞ് ചോദിച്ചേക്കും, ഭാഷക എന്നെ അറിവ്? ലോകത്ത് ജീവിക്കുന്നുണ്ടുള്ള അറിവ് മാത്രമാണ്. സ്ട്രെയിൻ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അവളെ
എത്തുന്നതിന് മുൻപ്, ബേത്ലഹേമിൽ എത്തുന്നതിന് മുൻപ് എന്ത് ചെയ്യാം? ഇത് നടക്കാം. യാത്ര ഇന്നത്തെ പോലെ അത്ര സുഗമമല്ലല്ലോ. ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ പോലും ഗർഭിണികളെ കയറ്റത്തില്ല. പക്ഷേ നീ ദൈവഹിതത്തിനു വേണ്ടി നിന്നെ തന്നെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സമർപ്പിച്ചൊരു വ്യക്തിയാണെങ്കിൽ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിയോഗപ്രകാരം ഈ വിശുദ്ധ പ്രജ എവിടെയാണോ ജനിക്കേണ്ടത് അവിടെ എത്തും വരെയും നിന്റെ ശരീരാത്മദേഹികളെ ശക്തീകരിച്ച് സൂക്ഷിച്ച് ബലപ്പെടുത്തി നടത്തേണ്ടത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനു മുമ്പ് ഒന്നും സംഭവിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ശരീരത്തിൽ ബലഹീനപ്പെട്ട് ക്ഷീണിതരായി രോഗിയായി ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ പറയാം, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം നിന്നിൽ സമ്പൂർണമായി നിവൃത്തിയാകുന്നിടം വരെ ഒന്നും സംഭവിക്കാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല, അനുവദിക്കത്തില്ല. അവിടെ ദൈവത്തിൻ്റെ പരിധിയിൽ നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് 2 വർഷം തികയുന്നതിന് മുൻപ് ഇനി മിസ്രൈമിലേക്ക് ഓടിപ്പോകണം. ഈ തച്ചൻ്റെ കയ്യിൽ എവിടാ പൈസ? ഇന്നത്തെ കൂലി അന്നില്ലല്ലോ. ഇന്നാശാരിക്ക് ഏതാണ്ട് 900 രൂപ 1000 രൂപയൊക്കെ കൂലി ഉണ്ടെന്നാണ് പറയുന്നത്. അതൊന്നും അന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട് 15 രൂപ ആശാരിക്ക് കൂലി ഉണ്ടായിരുന്ന കാലം. അപ്പോൾ അന്നത്തെ കാലം ആലോചിച്ച് നോക്കി, അത്രയൊന്നും കാണത്തില്ല. ഇവിടെ ഒരു കൊച്ചിനെയും അമ്മയും അതിനാ തമ്പുരാൻ എന്ത് ചെയ്തത്? കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാരുടെ കയ്യിൽ പൊന്നും, ഇവൻ ഇനി അടുത്ത 2 വർഷം അവിടെ താമസിക്കാൻ, ഇവൻ രാജാവ് മരിക്കുന്നിടം വരെ അവിടെ താമസിക്കാൻ ആവശ്യമുള്ള സകല ഉദവികളും സകലതും ദൈവം തമ്പുരാൻ ഇവൻ്റെ കയ്യിലേൽപ്പിച്ച ദൈവം അവനെ യാത്രയ്ക്ക് വിടുന്നത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവം, ഇതിലെ നീ അവൻ്റെ ശബ്ദം കേട്ടിറങ്ങി തിരിച്ചെങ്കിൽ ജീവനും ഭക്തിക്കും വേണ്ടുന്നത് മുഴുവനും നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടത് ദൈവം അത്ഭുതകരമായി പരിപാലിച്ചിരിക്കും. നീ എഴുന്നേറ്റ് മിസ്രൈമിലേക്ക് പോകാ എന്ന് യോസഫിനോട് പറയുമ്പോൾ സംശയം കൂടാതെ പോയതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? വഴിച്ചെലവിന് വേണ്ടുന്നതെല്ലാം സ്വർഗത്തിലെ ദൈവം നേരത്തെ നിന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഞാൻ ഉറപ്പ് പറയാ, ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട്, ദൈവ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട് ദൈവഹിതം ചെയ്യാൻ വേണ്ടി, എൻ്റെ ഭാഷ പറഞ്ഞ നിന്റെ മാനം വിറ്റേറ്റ് നീ ദൈവ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ തമ്പുരാൻ നിന്നെ വെറുതെ വിടുന്ന ദൈവമല്ല. നിന്നെ ആരുടെ മുമ്പിൽ കൈയിറക്കാൻ ദൈവം സമ്മതിക്കത്തില്ല കേട്ടോ. പോകുന്നതിന് മുൻപ് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരികയാണ്. കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ ഇവർക്ക് ആവശ്യമുള്ളത് മുഴുവനും കൊണ്ടുവന്ന് കൊടുക്കുക. അവൻ്റെ കരുതൽ. ഹെരോദാവിൻ്റെ വാള് നിന്റെ മേലെ നീങ്ങാൻ തമ്പുരാൻ സമ്മതിക്കത്തില്ല. അവനകത്ത് അണിയറയിൽ ചിലതൊക്കെ തീരുമാനിക്കുന്നതിന് മുൻപ് സ്വർഗത്തിലെ ദൈവം ജോസഫിനോട് പറഞ്ഞു, നീ പൊക്കോ. എൻ്റെ ഭാഷ പറഞ്ഞ നീ ഇവിടുന്ന് പോയിട്ട് ഈ നിയമം പോലും ഇവിടെ വരത്തുള്ളെന്ന്. ആരും പോയി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ബോർഡറുകളെല്ലാം സുരക്ഷിതരാക്കി കിട്ടും. ഞാൻ പറയാം, നീ അക്കരെ കടന്നിട്ട് നീ അപ്പുറത്തെത്തിയിട്ട് ഈ നിയമം പോലും എന്ത് ചെയ്യത്തുള്ളൂ, ഇവിടെ പ്രാബല്യത്തിൽ വരത്തുള്ളൂ. മനഃപൂർവ്വമാണെങ്കിലും സ്വർഗം അത് 2 ദിവസം പിടിച്ചു വെച്ചേക്കും. കാരണം നീ ക്രോസ് ചെയ്യണം, ബോർഡർ ക്രോസ് ചെയ്യണം. ഇതെല്ലാം കൂടെ ഞാൻ ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചത്, അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നിന്നെ തന്നെ നീ ഏൽപ്പിച്ചു കൊടുത്തോ. അവൻ്റെ ഹിതം ചെയ്യാൻ വേണ്ടി നിന്നെ തന്നെ ഏൽപ്പിച്ചോ. വരും വരായ നോക്കാതെ, ജീവിതത്തിൻ്റെ നഷ്ടവും ലാഭം കണക്ക് കൂട്ടാതെ ദൈവഹിതത്തിന് വേണ്ടി നിന്നെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ ഈ യാത്രയിൽ വരുന്ന സകല പ്രതിസന്ധികളും, ഈ യാത്രയിൽ വരുന്ന സകല വെല്ലുവിളികളും സ്വർഗം ഏറ്റെടുത്തിട്ടുണ്ട്. അവൻ നിന്നെ ജയത്തോടെ നടത്തും. വേറെ ഒന്നും ഓർത്തില്ലെങ്കിലും ദൈവമക്കളെ ഇതെങ്കിലും ഓർത്തോ. അവൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ച നിന്നെ അവൻ്റെ കരങ്ങളിൽ നീ സുരക്ഷിതരാ. ഒന്നും നിന്നെ തൊടത്തില്ല. നിനക്കാവശ്യമുള്ളതെല്ലാം അവൻ നിൻ്റെ കയ്യിൽ തന്നിരിക്കും. ഒരു ദോഷവും നിനക്ക് സംഭവിക്കത്തില്ല. എൻ്റെ ദൈവം നിന്നെ അത്ഭുതകരമായി പരിപാലിച്ച് നിന്നോടുള്ള ബന്ധത്തിൽ എന്തെല്ലാം വാക്തത്വങ്ങളുണ്ടോ അത് മുഴുവനും എൻ്റെ ദൈവം നിവർത്തിച്ച് നിന്നെ ജയാളിയായി ദൈവം നടത്തും. നമുക്കെല്ലാവർക്കും ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് കർത്താവ് പറയുന്നത് കേൾക്കാൻ, അനുസരിക്കാൻ. കേൾക്കും, അനുസരിക്കുമെന്നാണ് എനിക്കറിയേണ്ടത്. കർത്താവ് പറഞ്ഞത് അനുസരിക്കാൻ നീ ഒട്ടും മടിക്കണ്ട. അതിന് വരുന്ന നഷ്ടം തമ്പുരാൻ നോക്കിക്കോളാന്ന്. അതിന് വരുന്ന നഷ്ടം തമ്പുരാൻ നോക്കിക്കോളും.